സഹോസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നൊരു ചെറിയ ക്യാമ്പിന്റെ വിശേഷങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ക്യാമ്പിന്റെ തുടക്കം മുതൽ ഉള്ള വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ക്യാമ്പിന്റെ സ്കൂളും കാര്യങ്ങളെല്ലാം അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇത് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നേരം വെളുത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ നിൽക്കുന്നത് മൂവാറ്റുപുഴയിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. കാരണം നമ്മുടെ സഹോദരൻ, നമ്മുടെ ക്യാമ്പിനുള്ള പാട്ട് പാടുന്ന ജോണി, നിങ്ങൾക്കറിയാം, ജോണി ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ വണ്ടി കയറി ഇന്ന് ഇവിടെ വരും, രാവിലെ എത്തും. അപ്പോൾ ഈ ക്യാമ്പിന് വേണ്ടി മാത്രം വരുന്നതാണ്. അപ്പം ജോണിയെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം ജോണി വരട്ടെ. ജോണി എത്തി. Oh my god, it was a long journey. പാട്ടൊക്കെ കേൾക്കുന്നു. ഇന്ന് രാത്രി ഉറങ്ങിയോ? രാത്രി ഉറങ്ങി ചെറുതായിട്ട്. ബാക്കി ഉറക്കം പിന്നെ ആവാം. ക്യാമ്പിന് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സ്ഥിരം നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ, ഇത് കിരണച്ചൻ, ഹായ് ജോർജുട്ടി, ജോണിക്കുട്ടി, ആൻഡപ്പൻ. അപ്പൊ ഇന്ന് വണ്ടി നിറച്ച ആളാണ്. 5 പേര് വലിയൊരു സ്കൂളിലാണ് പോകുന്നത്. സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞേ, വിശുദീപ്തി അടിമാലി. വിശുദീപ്തി CMI സ്കൂള്. അതെ, അവിടെയാണ് നമ്മൾ ക്യാമ്പിന് വേണ്ടി പോകുന്നത്. ജോർജ് ഒരുങ്ങിയിട്ടില്ലേ? തീർച്ചയായിട്ടും സൗണ്ടിന് ചെറിയൊരു സെറ്റാണ്. ചെറിയൊരു പ്രശ്നം സൗണ്ട് വന്നത്, എന്തായാലും കുഴപ്പമില്ല. കിരണച്ചൻ റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. ജോണിക്കുട്ടി പറഞ്ഞ പോലെ കണ്ടല്ലോ, ബാംഗ്ലൂരിൽ നിന്ന് വന്നു, ഇന്ന് തന്നെ ബാംഗ്ലൂർ തിരിച്ചു പോകും. ആൻഡപ്പൻ നമ്മുടെ കൂടെയുണ്ട്. ഇനി പോകുന്ന വഴിക്ക് ആരൊരു പാട്ട് പാടാവോ? പിന്നെ തീർച്ചയായിട്ടും ഒരു പാട്ട്. ജോർജ പാടുന്നുണ്ടോ? ജോർജ് പാടുവാണോ? റിസ്ക് എടുക്കണോ? ശബ്ദം നമ്മുടെ പാട്ട് അറിയട്ടെ അല്ലേ? കേൾക്കുന്നവർക്ക് റിസ്ക്. കേൾക്കുന്നവരെ നിങ്ങൾക്ക് റിസ്ക് ഉണ്ട്. ഞങ്ങളുടെ പാട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ചെങ്കടലിൽ നീയെന്നു പാത തെളിച്ചു, മരുവിൽ മധ്യർക്ക് മഞ്ഞ പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീയെന്നു പാത തെളിച്ചു, മരുവിൽ മധ്യർക്കു മഞ്ഞ പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. കിരണച്ച ഒത്തിരി തമാശ പറയുന്നതാണ്. ഇന്നിപ്പോ ഈ വീഡിയോ പറഞ്ഞിട്ടില്ല, പറയും അല്ലേ കിരണച്ച? അത് ഞാൻ പറയും. തമാശ കേൾക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ മൊത്തം കാണാം. തമാശ കേൾക്കണമെങ്കിൽ വീഡിയോ മൊത്തം കാണാം. സ്കിപ്പ് അടിക്കരുത്. നമ്മള് വിശുദീപ്തിയുടെ ക്യാമ്പസിലോട്ട് കയറി. Teachers, non-leaders, and treat everyone.
Sahos over here. Our students have made some noise. സഹോസ്, അങ്ങനെ ഇന്നത്തെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്നത് നേരിമംഗലം കാടുകളിലാണ്. നേരിമംഗലം കാട് അല്ലേ? നേരിമംഗലം കാട്ടിലാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ജോർജിന്റെ സ്മൂത്ത് ഡ്രൈവിങ്, നേരിമംഗലം കാട്, മഴ, അതാണ് രസം, അതാണ് വൈബ്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിനെ കുറിച്ച് നമുക്ക് സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവസാനം ക്യാമ്പിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കിരണച്ചനാണല്ലോ. അച്ഛാ, ഇന്നത്തെ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? നല്ല പിള്ളേര്, നല്ല സ്കൂള്, നല്ല അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതുപോലെ ഹൃദയത്തിൽ നല്ല നന്മയുള്ള പിള്ളേരുടെ ഇടയ്ക്ക് നമ്മൾക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി പറ്റി. ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അച്ഛന്മാർ, നല്ല വെൽക്കമിങ് ആയിട്ടുള്ള അച്ഛന്മാർ, എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്കത് സീമൈ അച്ഛന്മാര് അവിടുത്തെ സുപ്പീരിയർ, അതിന്റെ നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ കുറെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലാണ്, ഇങ്ങനെ ടീച്ചിങ് ആണ്. അപ്പോൾ അവര് വളരെ വളരെ സെറ്റ് ആയിട്ട് അല്ലേ, വളരെ സ്നേഹമുണ്ട്. അതിന് കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ നമ്മളെല്ലാം വളരെ, നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു നമ്മളവിടെ ചെന്നപ്പോ. അല്ല ജോർജ? അതെ. എന്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, എങ്കിലും നമ്മളൊന്ന് തകർത്തു. ജോറച്ചൻ ഇന്ന് 3 ടോക്കും പിന്നെ എല്ലാ സെക്ഷനും എടുത്തു. അപ്പൊ ആളുടെ ശബ്ദം പോയി. ഇതെങ്ങനെയാണ് ഒരു ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഡാൻസ് കളിച്ചു, പാട്ട് പാടി, അത് ആഘോഷമാണെന്ന്. പക്ഷേ കുറെ വെള്ളമൊക്കെ കുടിച്ചാണ് നമ്മൾ നമ്മുടെ ശബ്ദം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇന്ന് ജോറച്ചന്റെ ശബ്ദം പോയി. അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്കത് തന്നെയാണ് അവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്ത്. നല്ലൊരു സ്ഥലം, കുട്ടികളെ നന്നായിട്ട് വളരാൻ വേണ്ടി CMI സഭ, അതുപോലെ തന്നെ അവിടെയുള്ള അച്ഛന്മാര് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. നല്ല കമ്മിറ്റഡ് ആയിട്ട് സർവീസാണ് അവിടെയുള്ള അച്ഛന്മാര്. ഈ ചാവറേച്ചൻ പറയുന്നത് പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അതിൽ ഞാൻ ആദ്യമായിട്ട് ഒരു CMI സ്കൂൾ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ആ ഒരു ചാവറേച്ചന്റെ ദീർഘവീക്ഷണം വളരെ മനോഹരമായിട്ട് നമ്മുടെ CMI അച്ഛന്മാര് സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. നല്ല കുറെ അനുഭവങ്ങളും പറഞ്ഞു. ഇനിയിപ്പോ എനിക്ക് അനുഭവമായിരുന്നു അവിടെ പോയി കുറച്ച് സമയം കുട്ടികൾക്ക് നമ്മളാവുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ. അധ്യാപകരെ ബ്ലസ് ചെയ്തപ്പോഴായാലും അവര് വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് പ്രാർത്ഥിച്ച് അവരാ പിള്ളേരുടെ അടുത്തൂടിയൊക്കെ പോയിട്ട് അവര് ഹൃദയത്തിൽ നിന്ന് അവര് ബ്ലസ് ചെയ്തേ. അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് CMI സഭ നമ്മുടെ സമൂഹത്തിനും സഭയ്ക്കും ലോകത്തിന് മുഴുവൻ ചെയ്യുന്ന വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവരുടെ ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകട്ടെ. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥനയിലുണ്ട് കുട്ടികളെല്ലാം. അങ്ങനെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ദൈവം പരിപാലിച്ചതുകൊണ്ടും ദൈവം സംരക്ഷിച്ചതുകൊണ്ടും ദൈവം വഴി നടത്തിയതുകൊണ്ടും മാത്രമാണ് ഇന്ന് ഈ ക്യാമ്പ് കഴിഞ്ഞ് ഇവിടെ വരാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ ക്യാമ്പ് എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൂടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ആൻ്റപ്പനാണ്. ജോണിക്കുട്ടി ബാംഗ്ലൂർക്ക് തിരിച്ചുപോയി, ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊന്ന് ഒരു നന്ദിയുടെ പാട്ട് പാടാം. നന്ദി എൻ്റെ ദൈവമേ, നന്ദി ദൈവനാഥ, നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി എൻ്റെ ദൈവനാഥ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ ദൈവനാഥ. അപ്പോൾ എല്ലാവർക്കും ബൈ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.